നവ്യയുടെ ചടങ്ങിനായിട്ട് നന്ദുവും ഗോവിന്ദനും കനകയും വരുന്നത് മുകളിൽ നിന്ന് അനി കാണുന്നുണ്ട്. ഓട്ടോയിൽ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അനിക്ക് വല്ലാതെ അങ്ങ് സന്തോഷാവുന്നുണ്ട്. നന്ദുവിനെ കാണുന്നതും നന്ദുവിനോട് സംസാരിക്കാനായിട്ട് താഴോട്ട് പോയെന്ന് കരുതുമ്പോഴായിരിക്കും മുൻപിൽ അനാമിക നിൽക്കുന്നത്. എന്താടാ, നീ അവളെ നോക്കി നിൽക്കുവാണോ? അവളോട് ഞാനേ ഈ ഫംഗ്ഷൻ വരണ്ട എന്ന് പറഞ്ഞതാ. എന്നിട്ടും അവളെ എത്ര ധൈര്യത്തോടു കൂടിയാ ഇങ്ങോട്ട് കയറി വന്നത്. എനിക്ക് ഈ ചടങ്ങിന് പങ്കെടുക്കാനേ തോന്നുന്നില്ല. നിനക്ക് ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ പങ്കെടുക്കണ്ട, അതൊക്കെ നിന്റെ ഇഷ്ടാ. നിനക്കിന് വേണമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ വീട്ടിലോട്ട് പോവാലോ. എനിക്കറിയാടാ, എന്നെ വീട്ടിലോട്ട് പറഞ്ഞയച്ചാ നിനക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ. അതിനല്ലേ നീ എന്നോട് വീട്ടിലോട്ട് പോകാൻ പറയുന്നേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ ഈ വീട്ടിലില്ലെങ്കിലേ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായേനെ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ നിനക്കേ സമാധാനം തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നന്ദു വന്നിരിക്കുന്നതേ അവളെ ചേച്ചിയുടെ 5ാം മാസത്തെ ചടങ്ങിനാ. അതിന് അവൾ വരണ്ടാന്ന് പറയാനേ നിനക്കൊരു അവകാശവുമില്ല. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് അവളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നേക്കാ പ്രാധാന്യം നയനേട്ടത്തിക്ക് തന്നെയാ. അതുകൊണ്ട് നയനേട്ടത്തിയുടെ അനിയത്തിയെ എന്തെങ്കിലും പറഞ്ഞാല് ഇവിടെ ആരും കൈ കെട്ടി നിൽക്കുമെന്ന് നീ അങ്ങനെ വിചാരിക്കണ്ട എന്നും പറഞ്ഞ് അനി അങ്ങ് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അനാമിക ആകെ ദേഷ്യത്തിലായിരിക്കും. എന്നാ വേണുവിനൊരു ഗ്ലാസ് ചായയുമായിട്ട് രേവതി വരുന്നുണ്ട്. വേണുവിനോട് രേവതി പറയുന്നുണ്ട്, മോള് വിളിച്ചില്ല, ഇനി അവിടെ എന്തൊക്കെയാ നടക്കുന്നേന്നാവോ. ആ നന്ദു എന്ന് പറഞ്ഞവള് വരാതിരുന്നാ മതിയായിരുന്നു. അവള് വന്നാലേ എങ്ങനെയാ പ്രതികരിക്കാന്നറിയില്ല എന്നൊക്കെ രേവതി വേണുവിനോടായി പറയുന്നു. അപ്പോ വേണുവിന്റെ ഫോൺ അടിക്കുന്നുണ്ട്. അത് അനാമികയായിരിക്കും. മോള് വിളിക്കുന്നുണ്ടല്ലോ. വേണുവേട്ടനെ ഇങ്ങതാ, ഞാൻ സംസാരിക്കാം. മോളെ, അവള് വന്നോ? ഇല്ല, വന്നില്ല. വേണുവേട്ടാ, അവള് വന്നില്ല അത്രേ. ഹോ, ഇപ്പോഴെനിക്ക് സമാധാനായത്. നീ ആ ഫോണിങ് തന്നെ എന്നും പറഞ്ഞ് വേണു മേടിക്കുന്നുണ്ട്. എന്താ മോളെ, അവിടെ എന്തായി? ചടങ്ങിനിടയിൽ അച്ഛൻ പറഞ്ഞ കാര്യം മോള് ചെയ്തോ എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട്. അച്ഛ, ഒന്നും പറയണ്ട. ഞാനിവിടെ നിൽക്കണോ വേണ്ടേന്ന് ആലോചിക്കുക. ഇവിടെ ആ നന്ദു വന്നിട്ടുണ്ട്. അപ്പോ മോളല്ലേ പറഞ്ഞ അവള് വന്നിട്ടില്ല എന്ന്? അത് നിങ്ങളെന്റെ വിളി കാത്തിരിക്കാന്ന് എനിക്കറിയാം. അവള് വന്നോ ഇല്ലേന്ന് അറിയാനായിട്ട്. നിങ്ങൾക്ക് കുറച്ചു നേരം ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അച്ഛാ, അവൾ എത്ര ധൈര്യം ഉണ്ടായിട്ടാ വീണ്ടും ഇങ്ങോട്ട് വന്നത്. മോളെ, മോൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും പ്രശ്നമായാല് പിന്നെ നിലനിൽപ്പിന് വരെ ഭീഷണിയാവും. മോൾക്ക് അറിയുന്നതല്ലേ. അവളെ ഒതുക്കാനേ അച്ഛനെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ ഇങ്ങനെ അവളോട് വന്ന് നിൽക്കുന്നേ. എന്നാ ശരി, ഞാൻ വെക്കുക എന്നും പറഞ്ഞ് അനാമിക ഫോൺ വെക്കുന്നുണ്ട്. എന്താ വേണുവേട്ടാ, അവൾ എത്ര ധൈര്യത്തിലാ അങ്ങോട്ട് കയറി വന്നത്. മോള് വിളിച്ച് പറഞ്ഞിട്ടും. രേവതി, നിനക്കേ ആ നന്ദു എന്ന് പറഞ്ഞവളെ കുറിച്ച് നേരവണ്ണ അറിയാത്ത കാരണാ. അവൾക്ക് നാണോ മാനൊന്നും ഇല്ലാത്ത ജാതിയാ. അവൾ എന്തായാലും വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇനിയിപ്പോ മോൾ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുമെന്നാ എനിക്ക് പേടി. ദേഷ്യം വന്നാലേ അവിടെ എല്ലാവർക്കും അവള് വിഷം കലക്കി കൊടുക്കും, അതുറപ്പാ എന്നായിരിക്കും വേണു പറയുന്നുണ്ടായിരിക്കാം. പിന്നീട് കാണിക്കുന്നത് നയനയും അച്ഛനും അമ്മയും നന്ദുവും കൂടെ സംസാരിക്കുന്നിടത്തോട്ട് ദേവയാനി വരുന്നുണ്ട്. ദേവയാനിയെ കാണുമ്പോൾ കനക ചോദിക്കുന്നുണ്ട്, ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവയാനി മറുപടിയായി പറയുന്നുണ്ട്, നല്ലൊരു പെൺകുട്ടി എനിക്ക് ലിവർ തന്ന കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു. അല്ല, നവ്യയെ കണ്ടില്ലല്ലോ. അങ്ങനെ നവ്യയും വരുന്നുണ്ട്. മോളെ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അഭി എവിടെ? ഇവിടെയുണ്ട് എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. നയന കനകയോട് പറയുന്നുണ്ട്, അമ്മേ, ചടങ്ങിനുള്ള എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കിയതേ അമ്മയാ. ഇപ്പൊ ഞാൻ അങ്ങനെ ആരെയും അടുക്കളയിലൊന്നും കയറ്റാറില്ല. എല്ലാം ഞാൻ തന്നെയാ ഉണ്ടാക്കാറ്. അതെന്താ ദേവയാനി, ആരെയും കയറ്റാട്ടെ? എനിക്ക് ആരെയും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെയാ ആരെയും സഹായത്തിന് ഞാൻ കയറ്റാത്തത്. ഇവളുണ്ടാക്കിയ പാല് കുടിച്ചിട്ടല്ലേ എനിക്ക് ഈ അവസ്ഥയൊക്കെ വന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവളെ അടുക്കളയിലോട്ട് ഞാൻ കയറ്റുന്നില്ല. എന്തായാലും നയനെ, ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക് എന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. മോളെ, ഇപ്പോഴും ദേവയാനിക്ക് നിന്നോട് ദേഷ്യം തന്നെയാണ് അല്ലേ എന്ന് ഗോവിന്ദൻ ചോദിക്കുകയാണ്. അറിയില്ല അച്ഛാ, എന്നെ സ്നേഹിക്കുകയാണോ എന്നോട് ദേഷ്യപ്പെടുകയാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും എൻ്റെ അമ്മായിമ്മയെ വെച്ച് നോക്കുമ്പോ നയനയുടെ അമ്മായിമ്മ നല്ലതാ. അഭി എവിടെ മോളെ? അഭി ഇവിടെ ഉണ്ട്. അവനെ കുറിച്ചൊന്നും പറയാതിരിക്കാമേ നല്ലത്. ഈ വീട്ടിലാണെങ്കിലും ഇവിടെ ആരുടെയും ഒരു സ്വഭാവവും അവന് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടെന്താ, എല്ലാം എൻ്റെ യോഗമല്ലേ. മോള് സങ്കടപ്പെടാതിരിക്കുക, എല്ലാം മാറും. അവന്റെ സ്വഭാവം നല്ല പോലെ ആവും. മോള് അതോർത്ത് സങ്കടപ്പെടല്ലേ. എന്നാവാനാ അമ്മേ, ഇനി അതൊന്നും ആലോചിച്ചിരിക്കാതിരിക്കുക നല്ലത് എന്നൊക്കെ നവ്യ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. ചടങ്ങുകളുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുമായിരിക്കും. എന്നാ നന്ദു ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട്, അനിയെ കണ്ടില്ലല്ലോ, അവനിനി പുറത്തോട്ടെങ്ങാനും പോയി കാണോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമായിരിക്കും. ഇപ്പോ ആണെങ്കിൽ അനിയെ എപ്പോഴും കാണാനും സംസാരിക്കാനും ഒക്കെ നന്ദുവിനും വലിയ ഇഷ്ടമാണ്. അങ്ങനെ അനിയെ കാത്തു നിൽക്കുമായിരിക്കും നന്ദു. ഈ സമയത്ത് മുത്തശ്ശി എല്ലാവരോടായി പറയുന്നുണ്ട്,
എവിടെ മോളെ കണ്ടില്ലല്ലോ? ചടങ്ങിനുള്ള സമയമായില്ലേ? നവ്യ വരുന്നുണ്ട്. നവ്യയെ കാണുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ട്, ആഹാ മോള് നല്ല സുന്ദരിയായി വന്നല്ലോ, ഇനി നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. ഇതെനിക്ക് ആദർശേട്ടൻ വാങ്ങിത്തന്ന സാരിയാ. ഈ ചടങ്ങിന് പോലും എനിക്കൊരു സാരി വാങ്ങി തന്നിട്ടില്ല. അഭി, നീ എവിടെയും എൻ്റെ മോനെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കാൻ മറക്കണ്ട. അതാണല്ലോ നിന്റെ ശീലം. അതെന്താ ജലജെ, നിന്റെ മകനല്ലേ ഇവളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. അപ്പോ അത് പറഞ്ഞാൽ എന്താ ഇത്ര വലിയ തെറ്റ്? നീയും നിന്റെ മകനും തന്നെയാ ഇവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. അതിൽ പിന്നോക്കം നിന്നാ അവളത് പറയും. ജലജെ, നീ പോയിട്ടേ ജ്യൂസ് എടുത്തിട്ട് വാ എന്നും പറഞ്ഞ് ജലജയെ ദേവിയാനെ അങ്ങ് പറഞ്ഞു വിടാ. ജലജയാണെങ്കിൽ ജാനകിയോടും പറയുന്നുണ്ട്, ജാനകി നീ കൂടെ വായെന്ന്. രണ്ടുപേരും കൂടെ അടുക്കളയിൽ കാര്യമായിട്ട് ഒപ്പിക്കാനാണ് പോകുന്നത്. എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് മുടക്കണോ എന്ന് ദേവയാനിയും അതുപോലെ ജലജയും ജാനകിയും തീരുമാനിച്ചിരിക്കുകയാണ്. മുത്തശ്ശൻ ഈ ചടങ്ങിന് കൂടാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച കാരണ മുത്തശ്ശൻ പോയത്. അങ്ങനെയൊക്കെ സംസാരിച്ചു നിൽക്കുമായിരിക്കും. അങ്ങനെ അഭിയും വരുന്നുണ്ട്. അഭിയെ കാണുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മായിയമ്മയും അമ്മായച്ചനൊക്കെ വന്നിട്ട് നീ എന്താ സംസാരിക്കാത്തത്? അത് പിന്നെ മുത്തശ്ശി, ഞാൻ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുൻപ് വന്ന് അവരോട് എന്തെങ്കിലും സംസാരിച്ചൂടെ? ഓ പിന്നെ എന്തായാലും ചടങ്ങ് തുടങ്ങാം, രണ്ടുപേരും ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇരുത്തുവാണ്. പിന്നീടായിട്ട് അടുക്കളയില് ജലജയും ജാനകിയും സംസാരിക്കുന്നുണ്ട്. ജലജയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ജാനകിയോട് പറയുന്നുണ്ട്, ഏട്ടത്തിക്കിപ്പോ പണ്ടത്തെ പോലെയൊന്നുമല്ല. തരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ കൊച്ചാക്കി സംസാരിക്കുന്നതേ ഇത്തിരി കൂടുതലാ. ഈ ചടങ്ങ് പോലും ഇവിടെ നടത്താൻ കാരണം ഏട്ടത്തി തന്നെയാ. ഏട്ടത്തി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതിവിടെ നടക്കില്ലായിരുന്നു. ഇപ്പോ ജ്യൂസ് എടുക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക, നമ്മളെയൊക്കെ വേലക്കാരിയാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അവിടെയുണ്ടല്ലോ ആ നന്ദു എന്ന് പറയുന്നവള് അനിയുടെ മുഖത്തോട്ട് തന്നെയാ നോക്കി നിൽക്കുന്നേ. രണ്ടുപേരും തമ്മിലെ കണ്ണും കണ്ണും സംസാരിക്കാന്നാ തോന്നുന്നേ. എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മോളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ മോളോട് പറഞ്ഞു തന്നല്ലേ. ഈ ചടങ്ങ് കഴിയുന്നത് വരെ മോളൊന്ന് ക്ഷമിക്ക്. അങ്ങനെ ഈ ചടങ്ങ് നല്ല രീതിക്ക് നടക്കാൻ പറ്റില്ലമ്മേ. അവൾക്കിട്ട് ഒരു പണി കൊടുക്കണം. ഇപ്പൊ ഒന്നും ചെയ്യണ്ട മോളെ. ഇനി എന്തായാലും ഈ ചടങ്ങിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് മൊത്തം നമ്മുടെ തലയിലാവും. എന്നാലേ ജ്യൂസ് കൊണ്ടു കൊടുക്കാം. ജ്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി ഏട്ടത്തി ഇങ്ങോട്ട് വരും എന്ന് പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കോളൂ, ഞാൻ ജ്യൂസ് എടുത്ത് വരാം, ഞാൻ കൊടുത്തോളാം എല്ലാവർക്കും എന്നും പറഞ്ഞ് അനാമിക അവിടെ നിൽക്കുക. ജലജയും ജാനകിയും അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാ ദേവിയാനി ചോദിക്കുന്നുണ്ട്, അല്ല ജലജെ, നിന്റെ അടുത്ത് ഞാൻ ജ്യൂസ് എടുത്ത് വരാനല്ല പറഞ്ഞത്, അത് അനാമിക എടുക്കാന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് അവിടെ നിൽക്കുക. അനാമികയാണെങ്കിൽ ഈ തക്കം നോക്കി ജ്യൂസിൽ വിഷം കലർത്തുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ മാത്രമാണ് വിഷം കലർത്തുന്നത്, അതും നന്ദുവിന് കൊടുക്കാനായിട്ട്. ഒരുപാട് നേരമായിട്ടും അനാമിക ജ്യൂസുമായിട്ട് വരാത്ത കാരണം ദേവിയാനി അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ദേവിയാനി കാണുന്ന കാഴ്ച ജ്യൂസിൽ എന്തോ കലക്കുന്നതാണ്. ഇത് കാണുന്ന ദേവിയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇവളിതെന്താ കാണിക്കുന്നേ, ഇവളെന്താ കലക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. ആ ഒരു ഗ്ലാസ്സിൽ മാത്രം അതൊഴിച്ച് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് അടയാളം ഇട്ട് വെക്കുകയാണ് അനാമിക. ഇത് കണ്ട് ദേവിയാനിക്ക് ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇത് നീ ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചതാണെങ്കിലും അത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ കുടിപ്പിക്കും. അപ്പൊ നീയാണല്ലേ ഈ വീട്ടില് ഓരോരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. എന്തായാലും നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയനെ അങ്ങ് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് ദേവിയാനെ കാണുമ്പോൾ അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങാനും കണ്ടോ എന്നായിരിക്കും അനാമിക ചിന്തിക്കുന്നത്. എന്താ അനാമികെ, നീ ജ്യൂസുമായിട്ട് ഇതുവരെ വന്നില്ലല്ലോ? അതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് വന്നതാ. അത് പിന്നെ അത് ഞാൻ എടുത്തു വരാൻ നിൽക്കായിരുന്നു വല്യമ്മേ. എന്നാ ഞാൻ കൊണ്ടു കൊടുത്തോളാം. വേണ്ട വല്യമ്മേ, ഞാൻ കൊടുത്തോളാം, ഞാൻ എല്ലാവർക്കും കൊടുത്തോളാം എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഭാഗ്യം ഒന്നും കണ്ടില്ല എന്നാ തോന്നുന്നേ എന്നും പറഞ്ഞ് ഓരോ ഗ്ലാസും ശ്രദ്ധിച്ച് അനാമിക കൊടുക്കുവാണ്. ഈ സമയത്താണെങ്കിൽ ദേവിയാനി ചിന്തിക്കുന്നുണ്ട്, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും മുടങ്ങും. അതുകൊണ്ട് ചടങ്ങ് കഴിയുന്നത് വരെ ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് തന്നെയാ നല്ലത് എന്ന് ദേവിയാനി ചിന്തിക്കുകയാണ്. അങ്ങനെ അവസാനം അനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കൊടുക്കുന്നത് നന്ദുവിനായിരിക്കും. നന്ദു പറയുന്നുണ്ട്, അനാമികെ, എനിക്കിപ്പോൾ ജ്യൂസൊന്നും വേണ്ട. അതെന്താ നന്ദു, നിനക്കെന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? നീ ഈ വീട്ടിലെ ഗസ്റ്റാ. പഴയ കാര്യങ്ങളൊന്നും നീ മനസ്സിൽ വെക്കണ്ട. നീ ഇത് കുടിക്ക്. അതല്ല, എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാ ഞാൻ തണുത്തതൊന്നും വേണ്ട എന്ന് പറഞ്ഞ്. ഇതത്ര തണുപ്പൊന്നുമില്ല. അത് വേണ്ട, അവൾക്ക് വയ്യാന്ന് പറഞ്ഞാ നീ എന്തിനാ നിർബന്ധിച്ചു കൊടുക്കുന്നേ? അത് നീ അങ്ങ് കുടിച്ചോ, അവൾക്ക് ഞാനേ ചായ ഇട്ട് കൊടുത്തോളാം എന്ന് ദേവിയാനി പറയുന്നുണ്ട്. ഇത് കേട്ട അനാമിക ഒന്ന് പതറുന്നുണ്ട്. എന്താ അനാമികെ, ആ ജ്യൂസ് നീ അങ്ങ് കുടിച്ചോ? നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, നീ അത് കുടിക്ക്
എന്ന് ദേവയാനി നിർബന്ധിക്കുകയാണ്. അപ്പോഴായിരിക്കും പതിയെ ആ ഗ്ലാസ് അങ്ങ് നിലത്തിടുന്നത്. അയ്യോ, എന്റെ കൈ തട്ടി നിലത്ത് വീണല്ലോ വല്യമ്മേ. അത് വീഴുവടി, അതെനിക്ക് നന്നായിട്ടറിയാം. നീ അതില് എന്തോ കലക്കിയിട്ടുണ്ടല്ലോ, അത് നിനക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. നിന്റെ കള്ളക്കളിയൊക്കെ ഞാൻ എല്ലാവർക്കും മുൻപിലും പൊളിക്കുന്നുണ്ട് എന്നൊക്കെ ദേവയാനി പറയാ. ഈ തള്ള കാരണം ഇതും നടന്നില്ല.